രാവിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി റിസൾട്ട് വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. നമുക്ക് തിരുവനന്തപുരത്തെ പോരാട്ടത്തിൻ്റെ ചൂട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് സംസാരിക്കാം. തിരുവനന്തപുരത്തിൻ്റെ പോരാട്ട ചൂട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ LDF അധികാരത്തിൽ വരണമെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം പോലെ തെക്ക് ദിശകളാണ് എപ്പോഴും LDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയൊരു മാറ്റം UDFന് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു പോയിന്റ് കൃത്യമായിട്ട് അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് വലിയ ഇപ്പോൾ VD സതീശൻ പറഞ്ഞ ഏകദേശം 8 സീറ്റുകൾ UDFന് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് UDFന് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് UDF വിജയിക്കും തന്നെ വലിയ രീതിയിൽ വലിയൊരു വിജയമായിരിക്കും UDFന് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പിടിക്കാൻ UDF ഒന്ന് വേർക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 21 ഇലക്ഷനിൽ ഒരു സീറ്റ് ഉൾപ്പെടെ ബാക്കി എല്ലാം LDF ആണ് തൂത്തുവാരിയത്. അതുമാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരം പിടിക്കുന്നവൻ കേരള സംസ്ഥാനം പിടിക്കുമെന്നാണ്. ഇപ്പോഴും LDFന് തന്നെയാണ് ഒരു തിരുവനന്തപുരത്ത് അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി തുടർച്ചയായി തിരുവനന്തപുരത്ത് വൻ വിജയം, കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഭൂരിപക്ഷം പറഞ്ഞാലും അവരുടെ സീറ്റ് കൈവിടാതെ LDF സുരക്ഷിതമാക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് പിടിച്ചത്? അത് BJP ആണ് വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP അല്ലേ അധികാരത്തിൽ വരേണ്ടത് തിരുവനന്തപുരത്ത്. പക്ഷേ BJPക്ക് തിരുവനന്തപുരത്ത് അത്ര വേരോട്ടമില്ല. പണ്ട് മുതലേ LDFന്റെ ഒരു കുത്തക കോട്ട എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സൂചിപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ കുത്തക കോട്ടയായിരുന്നു തിരുവനന്തപുരം. പക്ഷെ അത് മാറി എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി കൊടുത്തു എന്ന് കരുതി ഇപ്രാവശ്യം മാറ്റിക്കുത്തണമെന്നില്ല. ആ ഒരു മാറ്റം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് BJP ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയത്. അത് LDF ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ ഒരു അവരുടെ ഒരു ധാർഷ്ട്യമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല പാർലമെന്റിലും നിയമസഭയിലും എല്ലാവർക്കും അറിയാം. നിയമസഭയിൽ LDFന് വലിയ ഭൂരിപക്ഷം കൊടുക്കും, LDFനോടൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി തിരുവനന്തപുരത്ത് LDF വിജയിച്ചാൽ തന്നെ, പല മണ്ഡലങ്ങളും വിജയിച്ചാൽ തന്നെ അത് SDPI വോട്ട് കൊണ്ടാണ് എന്നുള്ളൊരു ടേം വരും. SDPI അവകാശവാദം ഉന്നയിക്കും, SDPയുടെ അക്കൗണ്ടിലേക്ക് പോകും. LDFന് അത് വലിയ നാണക്കേടായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ഞാൻ കണ്ട മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് ഏകീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല, ഈ നാടാർ വിഭാഗത്തിൻ്റെ വോട്ടുകൾ, അതേപോലെ തന്നെ അതായത് പരമ്പരാഗത നാടാർ വിഭാഗം CPMനോടൊപ്പം നിന്നിരുന്ന വോട്ടുകളാണ്, ഈഴവ വോട്ടുകൾ, ഇതെല്ലാം റിവേഴ്സിൽ പഠിച്ച് UDFന് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ തന്നെ, അതെല്ലാം UDFനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ ദുരിതഫലങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ബദലാണ് LDF എന്നുള്ളൊരു തോന്നൽ ഓൾറെഡി തിരുവനന്തപുരത്തിന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും LDFനൊപ്പം തന്നെ ആയിരിക്കും തിരുവനന്തപുരം നിൽക്കുന്നത്. അതുകൊണ്ടല്ല ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJP ക്ലച്ച് പിടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJP പണിയെടുത്തു. CPMകാർ കയറി ഇറങ്ങുന്നത് പോലെ വീടുകളിൽ കയറി ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി BJPയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഫലമാണ് BJP ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. അല്ലാതെ വലിയ രീതിയിൽ ഒരു രാവിരുട്ട് വെളുത്തപ്പോൾ അത്ഭുതം സംഭവിച്ച് BJP അധികാരത്തിൽ വന്നൊന്നുമല്ല. BJP വർഷങ്ങളായിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. വർഷങ്ങളായി പണിയെടുക്കുന്നതിൻ്റെ ഫലം ഇപ്പോൾ അവർക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം CPMൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെ 3 ജില്ലാ കമ്മിറ്റികളാണ് വരുന്നത്. കളിയാക്കി പറയുന്നതാണ്. അപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണ് തിരുവനന്തപുരത്ത് തന്നെ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഒരു കാര്യമെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഓരോ മണ്ഡലങ്ങളും വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ, വർക്കല മണ്ഡലം, വർക്കലയിൽ വർക്കല കഹാർ, V ജോയി, സ്മിത ഇവരാണ് മത്സരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ളൊരു അട്ടിമറി വിജയമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതോടെ UDFന് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും വർക്കലയുണ്ട്. പിന്നീടുള്ളത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അവിടെ UDFന് വേണ്ടി സന്തോഷ് ഭരതനാണ്, LDFന് വേണ്ടി OS അംബികയാണ്, NDAക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് P സുധീറാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 8000 വോട്ടിൻ്റെ വർധനവ്, അത് മെജോറിറ്റി 8000 വോട്ടിൻ്റെ മെജോറിറ്റി കിട്ടിയൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആറ്റിങ്ങൽ മണ്ഡലം BJPക്ക് അത്ര അതായത് വലിയ പണിയെടുത്ത് കഴിഞ്ഞാൽ പിടിക്കാൻ കഴിയുന്നൊരു മണ്ഡലമായിട്ടുണ്ട്. അവിടെ അഡ്വക്കേറ്റ് പി സുധീർ വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ എൻ്റെ ഒരു കണക്കനുസരിച്ച് LDF ആയിരിക്കും ഇപ്രാവശ്യവും. അവിടെ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും OS അംബിക തന്നെ സിറ്റിംഗ് MLA ആണ്, അംബിക തന്നെ വിജയിക്കാനുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. പിന്നീട് ചിറയൻകീഴിലേക്ക് വരികയാണെങ്കിൽ രമ്യ ഹരിദാസും മനോജ് B എടവണ്ണയും BS അനൂപുമാണ് മത്സരിക്കുന്നത്. അതിൽ അവിടെ ചിറയൻകീഴിനെ സംബന്ധിച്ചു അതൊരു LDFൻ്റെ ഒരു കൃത്യമായിട്ടൊരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. രമ്യ ഹരിദാസിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. അതുവരെയും LDFന് അനുകൂലമായിട്ടുള്ളൊരു മണ്ണ് തന്നെയാണ് ചിറയൻകീഴ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെടുമങ്ങാട് UDFന് വേണ്ടി മീനക്കൽ കുമാറും LDFന് വേണ്ടി GR അനിലും NDAക്ക് വേണ്ടി യുവരാജ് ഗോകുലുമാണ് മത്സരിക്കുന്നത്. ഇതിൽ GR അനിൽ ഭക്ഷ്യമന്ത്രിയാണ്, അതേപോലെ തന്നെ സിറ്റിംഗ് MLA ആണ്. സ്വാഭാവികമായിട്ടും മന്ത്രിയൊക്കെ ആയതുകൊണ്ട് വിജയ സാധ്യത പറയുന്നുണ്ട്. പക്ഷേ CPIയുടെ കണക്കുകൂട്ടലിൽ അവിടെ കടുത്തൊരു മത്സരം നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം GR അനിൽ വിജയിച്ചു വരുമോ? മന്ത്രിമാരെല്ലാം വിജയിച്ചു വരുന്നതാണ് CPIയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നെടുമങ്ങാടും LDFന് തന്നെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ കടുത്തൊരു മത്സരം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാമനപുരത്ത് സുധീർ ഷാ പാലോടാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. LDFന് വേണ്ടി DK മുരളിയാണ് മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടി വേണു കരുവണ്ണൂറാണ് മത്സരിക്കുന്നത്. ഈ DK മുരളി അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം മത്സരിച്ചവരെല്ലാം സിറ്റിംഗ് MLAമാരാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ഭരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഈ വാമനപുരം മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് LDFൻ്റെ കോട്ടയാണ്. പക്ഷേ UDF അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാമനപുരമാണ്. വാമനപുരത്ത് വലിയൊരു ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ടൈറ്റ് ഫൈറ്റാണ് അവിടെ. ചെറിയ മാർജിനിൽ സുധീർ ഷാ പാലോട് വിജയിക്കുമെന്നാണ് UDFൻ്റെ തന്നെ കണക്കുകൂട്ടൽ. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിച്ച് ഏകദേശം ഒരു തവണ എന്തോ മാത്രമേ UDF അവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും LDF തന്നെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. ആർക്ക് വേണമെങ്കിലും, അപ്പം CPMനാണെങ്കിലും UDFന് വേണമെങ്കിലും വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പല ആളുകളോടും ചോദിക്കുമ്പോൾ അവിടെ UDFന് ഒരു അപ്രമാദിത്വം വരാനുള്ള സാഹചര്യമുണ്ട്. ഒരു 3000-4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുധീർ ഷാ പാലോട് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് T ശരത്ചന്ദ്ര പ്രസാദാണ് മത്സരിക്കുന്നത്. LDFന് വേണ്ടിയിട്ട് കടകംപള്ളി സുരേന്ദ്രൻ, നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, NDAക്ക് വേണ്ടിയിട്ട് V മുരളീധരൻ. ഒരു സെലിബ്രിറ്റി മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എൻ്റെ ഒരു കണക്കൂട്ടൽ പലരും പറയുന്നത് അവിടെ V മുരളീധരൻ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. LDFകാർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ അനുസരിച്ച് അവിടെ ശരത്ചന്ദ്ര പ്രസാദ് വിജയിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണക്കൂട്ടലാണ്. ഈ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഭൂരിപക്ഷവും NDAയുടെ വോട്ടുകൾ, BJP വോട്ടുകളാണ്. അപ്പോൾ വലിയ രീതിയിൽ ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരുപാട് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPക്ക് വേണ്ടിയിട്ട് BJP ഏജൻ്റായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ വോട്ടുകൾ അദ്ദേഹം വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അവിടെ BJP വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വളരെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവിടെ V മുരളീധരൻ വരുമ്പോൾ V മുരളീധരൻ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കും. അപ്പോൾ BJP അടിത്തട്ടുള്ള അണികൾ വരെ V മുരളീധരന് വേണ്ടി പണിയെടുക്കും. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അത്ര ഈസി അല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ള സാഹചര്യമുണ്ട്. UDF
കൃത്യമായിട്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് വരുന്നതും UDFിൻ്റെ അവിടെ അടിത്തട്ടുള്ള വോട്ടുകളും കൂടെ കൂടിച്ചേർന്നാൽ തന്നെ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്കിലും കടകംപള്ളി സുരേന്ദ്രന്റെ ആ ഒരു വ്യക്തിഗത വോട്ട് ഉണ്ടല്ലോ, അത് എപ്പോഴും ആ ഒരു അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വോട്ടുകളിൽ വിള്ളൽ വീഴും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല വിഷയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വോട്ടുകളിൽ നന്നായിട്ടുള്ള വിള്ളൽ വീഴും. അത് UDFിന് അനുകൂലമായിട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ശരത്തേട്ടൻ വളരെ വൈകാരികമായിട്ട് ആ മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ കണക്കൂട്ടൽ ഇങ്ങനെയാണ്, അതായത് BJP വോട്ടുകൾ കൃത്യമായിട്ട് മുരളീധരൻ പിടിക്കുമ്പോൾ കടകംപള്ളിയുടെ വോട്ടുകൾക്ക് വലിയൊരു ഇടിവുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ ശരത്ചന്ദ്ര പ്രസാദ് വോട്ട് ഉയർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ആൻറ്റി BJP ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടായതുകൊണ്ട് തന്നെ ഈ മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ അത് ശരത്ചന്ദ്ര പ്രസാദിന് പോകാനുള്ള, അതായത് ന്യൂട്രലിൽ നിൽക്കുന്ന ആൾക്കാരുടെ വോട്ടുകൾ ശരത്ചന്ദ്രന് വരും അല്ലേ? അതെ, അതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇനി വട്ടിയൂർക്കാവിലേക്ക് വരികയാണെങ്കിൽ വട്ടിയൂർക്കാവ് K മുരളീധരൻ, VK പ്രശാന്ത്, R ശ്രീലേഖ വലിയൊരു മത്സരമാണ്. VK പ്രശാന്തിന്റെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു സിറ്റിംഗ് MLA ആയിട്ടുള്ള ഒരു പ്രശാന്തിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു VK പ്രശാന്തിന്. പക്ഷേ അതിന് മറ്റൊരു കാര്യം, വട്ടിയൂർക്കാവ് K മുരളീധരൻ്റെ മണ്ഡലമായിരുന്നു. അദ്ദേഹം ആ മണ്ഡലം കളഞ്ഞിട്ടാണ് പല സ്ഥലങ്ങളും പാർട്ടി പറയുമ്പോൾ സർജിക്കൽ സ്ട്രൈക്കായിട്ട് പല മണ്ഡലത്തിലും സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് പോയി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ മണ്ഡലത്തിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ജനങ്ങളോട് ആദ്യം മാപ്പ് ചോദിക്കുകയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇനി വിജയിച്ചാൽ ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും, മറ്റൊരു മണ്ഡലം തേടി പോകില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ, അത് പഴയകാല നേരത്തെ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയിൽ വലിയൊരു ബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രയ്ക്ക് ബന്ധങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീ വോട്ടുകൾ അല്ലെങ്കിൽ കുടുംബ വോട്ടുകൾ ഇതെല്ലാം അദ്ദേഹത്തിനായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്ന പോലെ ശബരിനാഥനാണ് മത്സരിച്ചത്. പക്ഷെ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ഒരു ഫാക്ടർ ആവും. ശ്രീലേഖ ഒരു ഫാക്ടർ ആകില്ല. അത് ഇപ്പോൾ പോലീസിലായിരുന്നു, DGP ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായിട്ട് BJP കിട്ടുന്ന വോട്ടുകൾ കിട്ടും, അടിത്തട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ കിട്ടും. പക്ഷേ കുറേ വോട്ടുകളെല്ലാം, അതായത് VK പ്രശാന്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളെല്ലാം K മുരളീധരൻ്റെ കൂടെ വോട്ടുകളായിരുന്നു. അത് സ്വാഭാവികമായിട്ടും K മുരളീധരനെ തന്നെ എത്തിച്ചേരുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. പക്ഷേ ഒരു ഭൂരിപക്ഷം കുറവായിരിക്കും, ഒരു 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരിക്കും K മുരളീധരൻ അവിടെ വിജയിക്കാൻ പോകുന്നത്. പിന്നീട് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ അല്ലേ, തിരുവനന്തപുരം സെൻട്രൽ അവിടെ മത്സരിക്കുന്നത് UDFിന് വേണ്ടി CP ജോണാണ്, LDFിന് വേണ്ടി സുധീർ കരമനയാണ്, NDAക്ക് വേണ്ടി കരമനയാണ്. രണ്ട് കരമനക്കാരും ഒരു കുന്നംകുളക്കാരനും തമ്മിലുള്ള ഒരു പോരാട്ടം. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM നമ്മുടെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ ആന്റണി രാജു അയോഗ്യത ജട്ടി കേസിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരം ആ മണ്ഡലത്തിൽ ആരെങ്കിലും കണ്ടെത്തണം, അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറിയതാണ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ CP ജോൺ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ കൊണ്ടും അദ്ദേഹത്തിന് ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധം കൊണ്ടും CP ജോൺ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കപ്പൽ കരക്കടിക്കും എന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ ഒരു സംസാരം. ഞാൻ പല ആളുകളോടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് മണ്ഡലം പറയുന്നത്. പക്ഷേ കുറെ വർഷങ്ങളായിട്ടുള്ള ആ കരമനയിൽ, അതായത് ആ നാട്ടുകാരാണ് ഈ കരമന ജയനും സുധീർ കരമനെ നമുക്കറിയാം, നല്ലൊരു അഭിനേതാവാണ്. അത് മാത്രമല്ല ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രഥമ അധ്യാപകൻ എല്ലാമാണ്. അത് മാത്രമല്ല നാട്ടുകാർക്ക് ഏറെ ബന്ധമുള്ള, എപ്പോൾ വിളിച്ചാൽ ഓടിയെത്തുന്ന രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തകൻ ലേബലുള്ള ഒരാളാണ് ഈ സുധീർ കരമന. അപ്പോൾ അവർക്ക് അദ്ദേഹത്തിനെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നിയമസഭയിലേക്ക് സെൻട്രലുകാർ അയക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇല്ല, സ്വാഭാവികമായിട്ടും CP ജോൺ ഒരു മുഖമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും CP ജോണും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നൊരു മുഖമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പിന്തുണ അവിടെയുണ്ട്. അടിത്തട്ടിൽ വലിയ ജനസമ്പർക്കങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന് വോട്ടായിട്ട് മാറും. CP ജോൺ തന്നെ വിജയിക്കുമെന്നാണ് എനിക്ക് കണക്കൂട്ടാൻ കഴിയുന്നത്. പിന്നീട് നിയമമണ്ഡലം എടുത്തു കഴിഞ്ഞാൽ നേമത്ത് K ശബരിനാഥൻ, V ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ.
ഇതിൽ വലിയ രീതിയിൽ വിവാദങ്ങൾ സംഭവിച്ചൊരു മണ്ഡലമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ SDPI വോട്ടുകൾ ആദ്യം തന്നെ പറഞ്ഞത് ശിവൻകുട്ടിക്ക് കൊടുക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ശിവൻകുട്ടി തന്നെ വിജയിക്കുകയാണെങ്കിൽ ആ ലേബൽ SDPI പിന്തുണയോടെ വിജയിച്ച ശിവൻകുട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. എൻ്റെ ഒരു കണക്കൂട്ടൽ അവിടെ ശബരിനാഥൻ അല്ലെങ്കിൽ ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള പണി അടിത്തട്ടിൽ എല്ലായിടത്തു നിന്നും നടന്നിട്ടുണ്ട്. ഇനി അത് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് BJPയിൽ നിന്ന് ആദ്യം ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയൊരു മണ്ഡലമാണ് നേമം. ആ മണ്ഡലത്തിൽ ശബരിനാഥൻ വരുമ്പോൾ ശബരിനാഥൻ വിജയിക്കുമെന്നൊരു ഫാക്ടർ അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ശബരിനാഥന്റെ കോൺഫിഡൻസ് എന്തൊക്കെയാണ്? അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ശബരിനാഥനിലേക്ക് വരും. ഇതാണ് UDFിൻ്റെ ഒരു കണക്കുകൂട്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളും അതേപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ഇപ്പുറത്തുനിന്നുള്ള ഈഴവ വോട്ടുകളും ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത് അവിടുത്തെ LDFിന് തന്നെയായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP വിജയിക്കാൻ പാടില്ല എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടായതുകൊണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം ശിവൻകുട്ടിക്ക് പ്രായമായിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറിയെന്നതാണ്. മറ്റൊരു മുഖം CPMനോട് മത്സരിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനോട് വീണ്ടും മത്സരിക്കാൻ പറയുകയാണ്. പക്ഷെ അദ്ദേഹം വലിയ കോൺഫിഡൻസിലാണ്. എനിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം ഇത്രയും ഉണ്ടാകും, CPM BJP ഈ സ്ഥാനത്തേക്ക് പോകും, കോൺഗ്രസ് ഈ സ്ഥാനത്തിലേക്ക് പോകും എന്ന് പറയുന്ന രീതിയിലേക്ക് അവിടെയും CPM കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അതെ, ശിവൻകുട്ടിയുടെ കണക്കൂട്ടൽ അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഈ ഫാക്ടറുകളെല്ലാം തിരിച്ചടിക്കും അത് KS ശബരിനാഥന്. ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാമാണോ നിലനിന്നത് അതെല്ലാം KS ശബരിനാഥന് അനുകൂലമായിട്ട് പോകുമെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ശിവൻകുട്ടി തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. പിന്നീട് അരുവിക്കരയിലേക്ക് വരികയാണെങ്കിൽ അരുവിക്കരയിൽ UDFിന് വേണ്ടിയിട്ട് VS ശിവകുമാറാണ്, LDFിന് വേണ്ടിയിട്ട് G സ്റ്റീഫനാണ്, NDAക്ക് വേണ്ടിയിട്ട് വിവേക് ഗോപനാണ്. അവിടെ G സ്റ്റീഫൻ സിറ്റിംഗ് MLA ആണ്. അവിടെ UDF അട്ടിമറി വിജയമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും കാരണം ഇതിനു മുമ്പിട്ടാണെങ്കിൽ പോലും ശബരിനാഥന മണ്ഡലമായിരുന്നു അരുവിക്കര എന്ന് പറയുന്നത്. പിന്നീട് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ നിന്നും തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്രാവശ്യം UDF അവിടെ ഒരു അട്ടിമറി വിജയമാണ് അരുവിക്കരയിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ള പാറശാലയിൽ നെയ്യാറ്റിൻകര സനലാണ് UDFിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. LDFിന് വേണ്ടിയിട്ട് CK ഹരീന്ദ്രനാണ്. NDAക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാറാണ് മത്സരിക്കുന്നത്. LDFിൻ്റെ ഒരു കോട്ടയാണ് ഈ പാറശാല എന്ന് പറയുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് നെയ്യാറ്റിൻകര സനൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വാർത്തകൾ ഞാൻ പല കോണിൽ നിന്നും കേട്ടിരുന്നു. പക്ഷേ LDF തന്നെ വിജയിക്കാനുള്ള സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പിന്നീട് കാട്ടാക്കടയിലേക്ക് പോയി കഴിഞ്ഞാൽ MR ബൈജു UDFിന് വേണ്ടിയിട്ട്, LDFിന് വേണ്ടിയിട്ട് IB സതീഷ്, NDAക്ക് വേണ്ടിയിട്ട് PK കൃഷ്ണദാസ്. ഒരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത്. UDF അവിടെ അട്ടിമറി വിജയമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. IB സതീഷ് സിറ്റിംഗ് MLA ആണ്. പക്ഷേ MR ബൈജു നല്ലൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് വിജയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കാട്ടാക്കട ഒരു സ്റ്റാർ മണ്ഡലമാണോ? അതായത് ത്രികോണ പോരാട്ടം നടക്കുന്നതിന് മാത്രമുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു BJPക്ക് അവിടെ വോട്ട് ഷെയർ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് റീൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാട്ടാക്കട ഇവിടെയുള്ള ആ രീതിയിൽ അറിയപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ കാട്ടാക്കട സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും. ഒരു ത്രികോണ മത്സരം തന്നെയാണ്. അവിടെ UDF വിജയിക്കുകയാണെങ്കിലും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നാണ് UDF ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ അല്ലെങ്കിൽ LDF ആ ഒരു ടേക്കിലേക്കാണ് പോകുന്നത്. അപ്പം UDFിന് അനുകൂലമായിട്ടൊരു ട്രെൻഡുള്ള സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോവളത്ത് UDFിന് വേണ്ടി മത്സരിക്കുന്നത് M വിൻസെൻ്റ് ആണ്. LDFിന് വേണ്ടിയിട്ട് ഫഗത് റൂഫ്സ് ആണ്. NDAക്ക് വേണ്ടിയിട്ട് TN സുരേഷാണ്. അവിടെ M വിൻസെൻ്റ് തന്നെ വിജയിക്കാനുള്ള സാഹചര്യമാണുള്ളത്. UDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഈ തിരുവനന്തപുരത്ത് ഒരേ ഒരു മണ്ഡലമാണ് ഇത്രയും വലിയ ഒഴുക്കിലും കിട്ടിയത് കോവളമായിരുന്നു. പിന്നീട് നെയ്യാറ്റിൻകരയിലേക്ക് പോവുകയാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ N ശക്തൻ UDFിന് വേണ്ടിയിട്ട്, LDFിന് വേണ്ടിയിട്ട് K അൻസലിനാണ്. പിന്നീട് NDAക്ക് വേണ്ടിയിട്ട് S രാജേന്ദ്രൻ നായരാണ്. UDF അട്ടിമറി വിജയം നോക്കുന്നൊരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര. അവിടെയും UDFിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDFിന് കിട്ടാൻ പോകുന്നൊരു സീറ്റ് എൻ്റെ ഒരു കണക്കൂട്ടൽ നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട,
അരുവിക്കര, നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, വാമനപുരം, വർക്കല, ഇത്രയും മണ്ഡലങ്ങളാണ് ഞാൻ കരുതുന്നത് UDF വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ UDF വിജയിച്ച് വരുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളാണ്. അതായത് 9 മണ്ഡലങ്ങളിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 5 മണ്ഡലങ്ങളിൽ LDF തന്നെയായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത്. വലിയൊരു 9 മണ്ഡലം എന്ന് പറയുമ്പോഴും അതൊരു അട്ടിമറി വിജയമാണ് UDF സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് വെറും ഒരു കണക്കൂട്ടൽ മാത്രമാണ്, അവിടുത്തെ ഒരു അനാലിസിസ് മാത്രമാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള. ചിലപ്പോൾ ഇതിന് മറുപടി ഇപ്പോൾ നമുക്കറിയത്തില്ലല്ലോ ജനങ്ങൾ എന്താണ് കരുതുന്നത്. ചിലപ്പോൾ ഈ 9 എന്നുള്ളത് ഒരു 11-ലേക്കൊക്കെ എത്താനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അട്ടിമറി വിജയം നേടാനുള്ള ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു വിജയപ്രതീക്ഷ പലരും കരുതുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലെല്ലാം. പക്ഷേ രാവിലെ ഈ MA ബേബി എന്ന് പറഞ്ഞതനുസരിച്ച് സീറ്റുകൾ അതുപോലെ തന്നെ ഉണ്ടാകും, പക്ഷേ ഭൂരിപക്ഷത്തിന് നേരെ ഇടിവുണ്ടാകും എന്നേ ഉള്ളൂ. അതായത് ഷുവർ ഷോട്ടായിട്ടുള്ള കുറച്ച് ഒരു 10-60 മണ്ഡലങ്ങളോളം CPM വിലയിരുത്തുന്നുണ്ട് ഇത്ര സീറ്റുകൾ കിട്ടുമെന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ രാഹുൽ പറഞ്ഞതടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട വി.ഡി. സതീശൻ കഴിഞ്ഞ തവണ പറഞ്ഞത് 8 സീറ്റുകൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് തിരുവനന്തപുരത്ത്. അപ്പൊ നമുക്ക് 1-2 അധികം സീറ്റുകൾ കൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല 4 വരെ നമുക്ക് ഇത്തരത്തിൽ അനാലിസിസ് ചെയ്തിട്ട് ഈ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗം വെക്കാൻ കഴിയുള്ളൂ. പക്ഷെ 4-ാം തീയതി ജനങ്ങളുടെ തീരുമാനം വരും. ആ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ജനങ്ങൾ കേരളത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മെയ് 4-ന് കാണാൻ കഴിയും.